ഹായ് എവരിവൺ, വെൽക്കം ടു പികെ ടോക്സ്. റിവാല്യൂഷൻ, സ്ക്രൂട്ടിനി ഇവയുമായി ബന്ധപ്പെട്ടുണ്ടാകാറുള്ള സംശയങ്ങളും അവയുടെ മറുപടിയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് റിവാല്യൂഷനും സ്ക്രൂട്ടിനിയും, ഇവയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, റിസൾട്ട് എങ്ങനെ അറിയാം, മാർക്കിൽ വരുന്ന ചേഞ്ച് എങ്ങനെ ആഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് എന്താണ് റിവാല്യൂഷൻ, എന്താണ് സ്ക്രൂട്ടിനി എന്ന് നോക്കാം. റിവാല്യൂഷൻ എന്നത് പേര് പോലെ തന്നെ നമ്മുടെ പേപ്പർ റീവാല്യൂ ചെയ്യുക. അതായത് നേരത്തെ ഉണ്ടായിരുന്ന മാർക്കെല്ലാം മാറ്റി പുതിയൊരാൾ എന്ന് നമ്മുടെ പേപ്പർ നോക്കും. അങ്ങനെ റീവാല്യൂ ചെയ്യുന്നത് കൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ മാർക്കിൽ ചേഞ്ച് ഉണ്ടാകാം. ചിലപ്പോൾ അത് കൂടാം, ചിലപ്പോൾ അത് കുറയാം, ചിലപ്പം മാറ്റങ്ങളും ഒന്നുമില്ലാതെയും ഇരിക്കാം. പലരും ചോദിക്കാറുണ്ട് റിവാല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടി കിട്ടുമോ എന്നുള്ളത്. അതിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിലാണ്. അതായത് നമ്മളൊരു എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകും, ഇത്രയും മാർക്ക് അത് പേപ്പറിന് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകും. റിസൾട്ട് വരുമ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത മാർക്ക് നമുക്ക് കിട്ടിയില്ല, ഒരുപാട് മാർക്ക് കുറവായിട്ടാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിവാല്യൂഷൻ കൊടുക്കണം. റിവാല്യൂഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടിയിരിക്കും. ഇനി സ്ക്രൂട്ടിനിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എഴുതിയ പേപ്പർ നമുക്ക് തന്നെ വെരിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണുള്ളത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ നോക്കിയതിന് ശേഷം അത് നമ്മുടെ പേപ്പർ തന്നെയാണോ, അതിനകത്ത് നമ്മൾ ആൻസർ എഴുതിയിരിക്കുന്ന എല്ലാ ക്വസ്റ്റിനും മാർക്ക് ഇട്ടിട്ടുണ്ടോ, ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാം. അതിനകത്തൊക്കെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാനും പറ്റും. അതാണ് സ്ക്രൂട്ടിനിയിൽ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിവാല്യൂഷൻ ആൻഡ് സ്ക്രൂട്ടിനിക്ക് എപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. റിവാല്യൂഷനും സ്ക്രൂട്ടിനിക്കും അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് വന്ന് മാക്സിമം ഒരു 10-15 ദിവസത്തിനുള്ളിലാണ്. അതിൻ്റെ എക്സാക്ട് ഡേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു രണ്ടാമത്തെ പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും റിവാല്യൂഷനും സ്ക്രൂട്ടിനിയുടെയും ലാസ്റ്റ് ഡേറ്റ്. ആ ഡേറ്റിനുള്ളിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡേറ്റിനുള്ളിൽ നമ്മുടെ പ്രൊഫൈലിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിവാല്യൂഷൻ ആൻഡ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നൊരു ലിങ്ക് ഉണ്ടാകും. ഈ ഡേറ്റിനുള്ളിൽ മാത്രമേ അത് കാണത്തുള്ളൂ. ആ ഡേറ്റിന് മുമ്പോ ഡേറ്റിന് ശേഷമോ അവിടെ കാണില്ല. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പേജിലോട്ട് പോകും. അവിടെ നമ്മൾ എഴുതിയ എക്സാമിൻ്റെ സബ്ജക്റ്റുകളെല്ലാം ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ഏത് പേപ്പറാണോ റീവാല്യൂ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്ക്രൂട്ടിനിക്ക് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഫീസ് അടയ്ക്കുക. ഫീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി നമുക്ക് ഓൺലൈൻ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് നെറ്റ് ബാങ്കിങ്ങോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ കൗണ്ടർ വഴി നമുക്ക് വേണമെങ്കിലും ഫീസ് അടയ്ക്കാം. ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതായത് റിവാല്യൂഷനും സ്ക്രൂട്ടിനിക്കും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ പ്രൊഫൈൽ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ റിവാല്യൂഷൻ്റെയും സ്ക്രൂട്ടിനിയുടെയും ആപ്ലിക്കേഷൻ ഫോം നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് 22 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു സെൽഫ് അഡ്രസ്ഡ് കവറും നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പിയും ഒക്കെ ആയിട്ട്, അതേപോലെ ഫീസ് അടച്ച റെസീപ്റ്റും ഒക്കെ ആയിട്ട് കൺട്രോളർ ഓഫ് എക്സാമിനർക്ക് ആപ്ലിക്കേഷൻ അയക്കണം. ഇങ്ങനെയാണ് റിവാല്യൂഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിവാല്യൂഷൻ്റെ റിസൾട്ട് എങ്ങനെയാണ് അറിയുന്നത് എന്നുള്ളത് നോക്കാം. റിവാല്യൂഷൻ്റെ റിസൾട്ട് എന്നാണ് വരുന്നത് എന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റി പറയുന്നത് ഒന്നുകിൽ 3 മാസത്തിനുള്ളിൽ വരുമെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ 3 മാസത്തിൽ കൂടുതലാവാം, ചിലപ്പം 3 മാസത്തിന് മുമ്പേ തന്നെ വന്നെന്നും വരാം. അതറിയാൻ വേണ്ടി നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വരും. അവിടെ റിവാല്യൂഷൻ ആൻഡ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നൊരു ലിങ്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വന്നിരിക്കുന്ന റിവാല്യൂഷൻ്റെ മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ആ പ്രിൻ്റ് ഔട്ടിനകത്ത് അല്ലെങ്കിൽ ആ മെമ്മോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് എത്രത്തോളം മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടെന്നും ആ മാർക്ക് തിരുത്താൻ വേണ്ടി എവിടെ എന്ന് ചെല്ലണം എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, ഇനി സ്ക്രൂട്ടിനിയുടെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ, അതായത് പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് SMS വരും. അതല്ലെന്നുണ്ടെങ്കിൽ കോൾ വരും. എന്നാണ് സ്ക്രൂട്ടിനിക്ക് യൂണിവേഴ്സിറ്റി ചെല്ലേണ്ടത് എന്നുള്ളത്, എവിടെയാണ് ചെല്ലേണ്ടത് എന്നുള്ളതും SMS-നകത്ത് പറഞ്ഞിട്ടുണ്ടാകും. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു 3 ദിവസമായിരിക്കും. ഈ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം നമ്മൾ സ്ക്രൂട്ടിനിക്കായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ചെല്ലേണ്ടത്. ഇനി ഒരു പക്ഷേ നമ്മൾ ഓൺലൈനായിട്ടല്ല രജിസ്റ്റർ ചെയ്തത് എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അയച്ചവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു കവർ വെച്ചിട്ടുണ്ട്. ആ കവറിൽ എന്നാണ് യൂണിവേഴ്സിറ്റി ചെല്ലേണ്ടത്, മാർക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ചായ കാര്യവും ആ ചേഞ്ച് തിരുത്താൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ എന്നാണ് എവിടെയാണ് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്റർ നമുക്ക് വരും.
ഓക്കെ, അങ്ങനെയാണ് റീവാലുവേഷൻ്റെ സ്ക്രൂട്ടിനിയുടെയും റിസൾട്ട് നമ്മൾ അറിയുന്നത്. ഇനി നമുക്ക് റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ചേഞ്ചായ മാർക്ക് ആഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളത് നോക്കാം. റീവാലുവേഷൻ്റെ റിസൾട്ട് അറിയുന്നത് എങ്ങനെയാണെന്നുള്ളത് തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ആ രീതിയിൽ നമുക്ക് റീവാലുവേഷൻ്റെ മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ മെമ്മോയുടെ പ്രിൻ്റ് ഔട്ടും അതേപോലെ തന്നെ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പിയും പഴയ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു കോപ്പിയും ഒരു റിക്വസ്റ്റുമായിട്ട് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഡേറ്റിൽ നമ്മൾ ചെല്ലണം. അപ്പോൾ ആ റിക്വസ്റ്റിനകത്ത് പറയേണ്ടത് റിവാലുവേഷന് മുമ്പ് ഇതായിരുന്നു മാർക്കെന്നും റിവാലുവേഷന് ശേഷം മാർക്ക് ഇങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടെന്നും അത് ചേഞ്ച് ചെയ്ത് തരണം, ആഡ് ചെയ്ത് തരണം എന്നുള്ളതാണ് റിക്വസ്റ്റിനകത്ത് പറയേണ്ടത്. അപ്പോൾ അവിടെ ചെന്ന് വേണം, യൂണിവേഴ്സിറ്റിയിലെ ഈ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് വേണം നമ്മൾ ചേഞ്ച് ചെയ്യാൻ. അതാണ് നോർമൽ പ്രൊസീജിയർ. പക്ഷേ ഈ കോവിഡ് ടൈമിൽ നമുക്ക് അവിടെ ചെല്ലേണ്ട കാര്യമില്ല, പോസ്റ്റൽ അയച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻക്രീസ് ആയിട്ടുള്ള മാർക്ക് ഇപ്പോൾ തനിയെ അപ്ഡേറ്റ് ആകുന്നുമുണ്ട്. അത് പക്ഷേ നാളെ ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. നാളെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പഴയ പ്രൊസീജിയറിൽ തന്നെ, ഈ റിക്വസ്റ്റും ഈ പറഞ്ഞ റിവാലുവേഷൻ്റെ മെമ്മോയും ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പിയും മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയൊക്കെ ആയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് തന്നെ ചെയ്യേണ്ടി വരുമായിരിക്കും നാളെ. കാരണം ഒരു പക്ഷേ നമ്മുടെ റിവാലുവേഷൻ്റെ റിസൾട്ട് വരുമ്പോൾ മാർക്ക് കുറഞ്ഞാണ് നിൽക്കുന്നത് എങ്കിൽ അത് തനിയെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റിക്വസ്റ്റുമായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ചെല്ലേണ്ട ഒരവസ്ഥ തന്നെയായിരിക്കും നാളെയും എന്ന് തോന്നുന്നു. ചിലപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കുമായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് മാർക്ക് ആഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിവാലുവേഷനും സ്ക്രൂട്ടിനിയുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാനതിന് ആൻസർ പറയാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന റിവാലുവേഷനും സ്ക്രൂട്ടിനിയുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഫീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്ക് ചേഞ്ച് ആകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.